കാരണം അന്ധകാര നിബിഡമായിരുന്ന അപരിഷ്കൃതമായിരുന്ന അറേബ്യൻ സമൂഹത്തെ പ്രകാശപൂരിത സമൂഹമായി പരിവർത്തനം ചെയ്ത നിശബ്ദമായ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി 3 ദശാബ്ദക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനത്തിലൂടെ നടത്തിയ ഉജ്ജ്വലമായ സാമൂഹ്യ വിപ്ലവം അതൊരു ധാർമ്മിക വിപ്ലവമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം, അല്ലെങ്കിൽ ആ രൂപത്തിൽ വിശദീകരിക്കാൻ കഴിയും. ആ 3 ദശാബ്ദക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ തന്റെ ജീവിതമാണ് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം എന്ന് ലോകത്തോട് പറഞ്ഞു. പ്രായോഗിക ജീവിതത്തിലൂടെ അത് തെളിയിച്ചു കൊടുത്തു. ഇവിടെ വാഹിദ് സംസാരത്തിനിടയിൽ സൂചിപ്പിച്ച ഏറ്റവും ഒടുവിൽ പ്രവാചകൻ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞു, എന്താണ് ഇസ്ലാം, വാട്ട് ഈസ് ഇസ്ലാം? ഏതാണ്ട് 1,00,000-ലധികം അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ചരിത്ര പ്രധാനമായിട്ടുള്ള രേഖയാണ്. ഇസ്ലാമിന്റെ ജീവിത രീതിയെ സംബന്ധിച്ച്, ശൈലിയെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു വിടവാങ്ങൽ പ്രസംഗത്തിൽ. ആ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി പറഞ്ഞു, ഞാൻ 2 കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോകുന്നു. ഒരു പക്ഷേ നിങ്ങളെ അടുത്ത വർഷം ഇതേ സമയം ഇതേ സ്ഥലത്ത് നിങ്ങളെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഉണർത്തുന്നു, 2 കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകുന്നു. ഒന്ന്, വിശുദ്ധ ഖുർആനിക നിയമങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ. 2, ഈ ഉള്ള പ്രവാചകനായിട്ടുള്ള ഈ ഉള്ളവന്റെ ജീവിതചര്യ. ആ പ്രവാചക ജീവിതചര്യയും വിശുദ്ധ ഖുർആനിക നിയമങ്ങളും പിൻപറ്റി ജീവിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് യഥാർത്ഥ ഇസ്ലാം. ഇസ്ലാമിക ദർശനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുസ്ലിം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ. ദൈവിക നിയോഗങ്ങൾക്കും കൽപ്പനകൾക്കും ദൈവിക നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് അനുരോധമായി ജീവിക്കുന്നവൻ ആരോ അവന്റെ പേരാണ് മുസ്ലിം, അവനാണ് ഇസ്ലാം. ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറത്തുള്ള പരിപ്രേക്ഷ്യമാണ് ഇസ്ലാം ലോകത്തിന് മുന്നിൽ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ പറഞ്ഞു, ഒരു സ്ഥലത്തും ഒരായത്തിലും ഒരു സ്ഥലത്ത് പോലും പ്രവാചകന്റെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയത്തുകളിലോ ഒരു സ്ഥലത്ത് പോലും ഒരു മതവിഭാഗത്തെയോ സമുദായത്തെയോ പ്രവാചകൻ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വിശ്വമാനവികതയുടെ ദർശനം ലോകത്തിന് പ്രദാനം ചെയ്ത മഹത് സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിക നിയമങ്ങൾ കൃത്യതയോടുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എങ്ങനെ സത്യവിശ്വാസത്തെ പിൻപറ്റി ജീവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി തിരുമേനി. അപ്പൊ ഈ 2 കാര്യങ്ങളെയും പിൻപറ്റി ജീവിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ ഇസ്ലാം. അല്ലാതെ കറുത്തവൻ വെളുത്തവനേക്കാൾ ശ്രേഷ്ഠനോ, വെളുത്തവൻ കറുത്തവനേക്കാളോ കറുത്തവൻ വെളുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല. അറബി അനറബിയേക്കാളോ അനറബി അറബിയേക്കാളോ ശ്രേഷ്ഠനല്ല. ഇന്ന് കാണുന്നത് പോലെ സമ്പന്നൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല. ശ്രേഷ്ഠതയ്ക്ക് ആധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ. സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവായ ദൈവത്തോട്, അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവനാണ്. അത് നയിക്കുവാൻ അല്ലെങ്കിൽ സൂക്ഷ്മവും ധാർമ്മികവും സത്യസന്ധവും നീതിയുക്തവുമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന 2 ഘടകങ്ങളാണ് പ്രവാചകൻ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോയത്. ഒന്ന് വിശുദ്ധ ഖുർആൻ, 2 പ്രവാചക ജീവിതചര്യ. അപ്പൊ ശ്രേഷ്ഠതയ്ക്ക് ആധാരം സമ്പത്തല്ല, വർണ്ണവർഗ വ്യത്യാസങ്ങളല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് യുക്തിസഹമായ വിലയിരുത്തൽ നടത്തിയിട്ടുള്ള രാഷ്ട്രമീമാംസകർ മുഴുവൻ വളരെ വിശദമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ജീവിതചര്യയാണ് ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന ജീവിതചര്യ. അതാണ് ഞാൻ ആവർത്തിച്ച് മുസ്ലിം എന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, ഉദ്ദേശിക്കുന്നത്
ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവൻ, സത്യവിശ്വാസത്തെ പിൻപറ്റി ജീവിക്കുന്നവൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ, ആ ദൈവിക നിയോഗങ്ങളുടെ അന്തസ്സത്തയുടെ ഉള്ളടക്കമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിക നിയമങ്ങൾ സ്വജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി ലോക മാതൃകയായി മാറിയ മഹത് വ്യക്തിത്വമാണ് ലോകം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി. ആ മുഹമ്മദ് നബി തിരുമേനിയെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഹിംസാത്മകമായ പ്രവർത്തനങ്ങളുടെയും പ്രതീകമായി ചിത്രീകരിക്കുവാനുള്ള പരിശ്രമം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അങ്കുലി പരിമിതമായ അനുയായി സമൂഹവുമായി പ്രവാചകത്വ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ചീമുട്ടയേറും ഭീകരമായിട്ടുള്ള കടന്നാക്രമണവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രവാചക ജീവിതത്തിൽ. കേവലം അങ്കുലി പരിമിതമായിട്ടുള്ള അനുയായി സമൂഹവുമായി തുടങ്ങിയ സത്യവിശ്വാസ പ്രസ്ഥാനത്തിന്റെ പ്രചാര പ്രവർത്തനങ്ങൾ പിന്നീട് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 140 കോടിയിലധികം വരുന്ന വിശ്വാസ സമൂഹത്തെ ആകർഷിക്കുന്ന, പിൻപറ്റുന്ന ഒരു വിശ്വാസമായി മാറിയെങ്കിൽ ആ വിശ്വാസം പ്രചരിക്കപ്പെട്ടതും സ്വാധീനം പ്രാപിച്ചതും യുദ്ധത്തിലൂടെയല്ല, തീവ്രവാദത്തിലൂടെയല്ല, ഭീകരവാദത്തിലൂടെയല്ല, കാരുണ്യവും സ്നേഹവുമാണ് ആ വിശുദ്ധ വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ. അതാണ് ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലൂടെയും സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിലൂടെയും സഹകരണത്തിലൂടെയും വിശ്വാസത്തെ വളർത്താൻ. അതാണ് ഇവിടെ സംസാരിച്ചപ്പോൾ ആവർത്തിച്ച് പ്രതിപാദിക്കപ്പെട്ടത്. നിന്റെ അയൽപക്കത്തുള്ളവൻ അത്താഴം കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോ അത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായി നിയതമായ ദൂരപരിധിക്കുള്ളിൽ നിന്റെ അയൽപക്കത്തുള്ളവൻ അത്താഴം കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോ നീ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ പരമകാരുണികനായ സ്രഷ്ടാവായ അല്ലാഹുവാണ് സത്യം, നീ എന്നെ, വിശ്വാസത്തെ, ഇസ്ലാമിനെ പിൻപറ്റുന്നവനല്ല. പ്രവാചകൻ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു, നിന്റെ അയൽപക്കത്തുള്ള മുസ്ലിം, നിന്റെ അയൽപക്കത്തുള്ള ഇസ്ലാം, അല്ലെങ്കിൽ നീ പ്രതിനിധീകരിക്കുന്ന മതവിശ്വാസത്തെ പിൻപറ്റുന്നവൻ പട്ടിണി കിടക്കുമ്പോൾ എന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്. നിന്റെ അയൽപക്കത്തുള്ളവൻ ജൂതനായിക്കൊള്ളട്ടെ, ക്രൈസ്തവനായിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, മതമില്ലാത്തവനായിക്കൊള്ളട്ടെ, മതനിരാസം മുന്നോട്ട് വെക്കുന്നയാളായിക്കൊള്ളട്ടെ, അവൻ പട്ടിണി കിടക്കുമ്പോ എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ, നിന്റെ അയൽപക്കത്തുള്ളവൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നീ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് ലോകത്തോട് പറഞ്ഞ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിതചര്യയെ എങ്ങനെയാണ് മറ്റൊരു ഭാഷ്യത്തിൽ, മറ്റൊരു പരിപ്രേക്ഷ്യത്തിൽ വിശദീകരിക്കാൻ കഴിയുക? അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ക്രിസ്തുദേവൻ ലോകത്തോട് പറഞ്ഞത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചപ്പോഴും, ക്രിസ്തുദേവൻ ലോകത്തെ പഠിപ്പിച്ചപ്പോഴും, നിന്റെ അയൽപക്കത്തുള്ള ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവനെ സ്നേഹിക്കണമെന്നല്ല യേശു ക്രിസ്തു ലോകത്തോട് പറഞ്ഞത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്റെ കൂടി സുഖത്തിനായി വരയണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പ്രവചിച്ചപ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞപ്പോ, അയൽപക്കത്തുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവന്റെ കൂടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നല്ല ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞത്. അവിടെയാണ് ഈ സ്നേഹസംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി, പ്രാധാന്യം. എന്ത് മതപരമായിട്ടുള്ള വിഭാഗീയത, ഏത് മതദർശനമാണ്, ഏത് ആത്മീയ ദർശനമാണ് പരസ്പരം പകയും വിദ്വേഷവും വളർത്താൻ സഹായകരമായിട്ടുള്ളത്? പരസ്പര വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും സന്ദേശമാണ്. എല്ലാ വിശ്വാസങ്ങളും ധാർമ്മികതയുടെ സന്ദേശമാണ്, പ്രത്യയശാസ്ത്രമാണ് ലോകത്ത് പ്രദാനം ചെയ്തിട്ടുള്ളത്. അപ്പം മതങ്ങളെ കുറിച്ചുള്ള ശരിയായ അവബോധമാണ് മതപരമായ വിഭാഗീയതയ്ക്കും സംഘർഷത്തിനും പ്രധാനപ്പെട്ട കാരണം. ശരിയായ പഠനവും ശരിയായ അവബോധവും സമൂഹത്തിലുണ്ടെങ്കിൽ എങ്ങനെ മതപരമായ സംഘർഷത്തിന്, മതപരമായ വിഭാഗീയതയ്ക്ക്, ആ വിഭാഗീയതയിലൂടെ ധ്രുവീകരണത്തിന് വഴിതെളിക്കാനുള്ള അവസരമുണ്ടാകും? അപ്പോൾ അയൽപക്കത്തുള്ളവൻ, അല്ലെങ്കിൽ നിന്നെ പോലെ മറ്റുള്ളവരെ കരുതാൻ,
അവരെ സ്നേഹിക്കാൻ, അവരുടെ വിശപ്പകറ്റിയതിന് ശേഷം മാത്രമേ നീ ഭക്ഷണം കഴിക്കാവൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച ആ മഹത് വിശ്വാസം ഉൾപ്പെടെയുള്ളവ വിശ്വമാനവികതയുടെ മഹത് ദർശനമാണ് ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. ഇനി പ്രവാചക ജീവിതചര്യ തന്നെ പരിശോധിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നിരവധി രാഷ്ട്രമീമാംസകന്മാർ, പാശ്ചാത്യ ലോകത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ പറഞ്ഞിട്ടുള്ളതിനെ ആകെ സംഗ്രഹിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒറ്റ വാചകത്തിൽ പറയാൻ കഴിയും: ഇസ്ലാം ഈസ് എ വേ ഓഫ് ലൈഫ്. ഒരു ജീവിതചര്യയാണ് ഇസ്ലാം. എങ്ങനെയാണ് സനാതനമായ, സത്യസന്ധമായ, നീതിയുക്തമായിട്ടുള്ള, ധാർമ്മികമായ ജീവിതം നയിക്കാൻ കഴിയുന്നത് എങ്ങനെ? ആ ഒരു ജീവിതചര്യയാണ് ഭൗതികവും ആത്മീയവുമായ ജീവിതാധികാര്യങ്ങളെ സമഗ്രതലത്തിൽ പരാമർശിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതചര്യയാണ് പരിശുദ്ധ ഇസ്ലാം. അതനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രവാചകന്റെ ജീവിതചര്യ, അതാണ് ലോകത്തിനുള്ള സന്ദേശം. പ്രവാചകനോട് തന്നെ ചോദിച്ചു എന്താണ്, അപ്പൊ പ്രവാചകൻ പറഞ്ഞു എന്റെ ജീവിതമാണ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഇതാണ് ഗാന്ധിജി പിന്നീട് പറഞ്ഞത്. രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി പിന്നീട് പറഞ്ഞത് എന്റെ ജീവിതമാണ് എനിക്ക് നിങ്ങൾക്കുള്ള സന്ദേശം. ആ പ്രവാചക ജീവിതചര്യ വിശുദ്ധ ഖുർആൻ ഒന്ന് ഒരു ഡോക്യുമെന്റ് എങ്കിൽ മറ്റൊന്ന് ഒരു പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള വിശദീകരണം, പ്രായോഗികമായി നടപ്പാക്കിക്കൊണ്ടുള്ള വിശദീകരണം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാമിക ജീവിതചര്യ എന്ന നിലയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. ശരിയാണ്, യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പരിമിതമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട പണ്ഡിതനായിട്ടുള്ള മഹത് വ്യക്തിത്വം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട അലിയാർ മൗലവി അൽ ഖാസ്മി അദ്ദേഹം ഇവിടെ വിശദമായ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും ഇസ്ലാമിനെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും സായുധ കലാപത്തിൻ്റെയും പ്രതീകമായി ചിത്രീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതെല്ലാ വിശ്വാസങ്ങളിലുമുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും മഹാഭാരത യുദ്ധം, അതുപോലെ പൗരാണികമായ ഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഉൾപ്പെടെയുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതിയുടെ പൈതൃകം പരിശോധിച്ചാൽ നമുക്കറിയാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ യുദ്ധം പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, പ്രത്യാക്രമണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി, വിശ്വാസത്തെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടാം. ആ യുദ്ധത്തിനും നിയാമകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, മാനദണ്ഡങ്ങൾ പ്രവാചകൻ തന്നെ കൽപ്പിച്ചു നൽകിയിരുന്നു. യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോൾ പോലും പ്രവാചകൻ പറഞ്ഞു, യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോൾ പോലും ശത്രു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവിടെയുള്ള വൃദ്ധർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും ആക്രമിക്കപ്പെടാൻ പാടില്ല. എന്തിനേറെ പറയുന്നു, വൃക്ഷലതാദികൾ പോലും ഛേദിക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും ശക്തനായ പരിസ്ഥിതിവാദികളിൽ പ്രമുഖനായിരുന്നു. ഇന്ന് പ്രവാചകൻ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തീവ്ര പരിസ്ഥിതിവാദി എന്ന് വിശേഷിപ്പിക്കുമായിരുന്നു. കാരണം പ്രവാചകൻ പറഞ്ഞു, വഴിയോരത്തുകൂടി നടന്നു പോകുമ്പോ തെരുവോരത്ത് നിലകൊള്ളുന്ന ഒരു ചെടിയുടെ വൃക്ഷത്തിന്റെ ശിഖരം അകാരണമായി നീ ഛേദിച്ചാൽ നിന്നെ ഞാൻ ഘാതകനെന്ന് വിളിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ വൃക്ഷങ്ങളെയും വൃക്ഷലതാദികളെയും അതുപോലെ പ്രപഞ്ചത്തിന്റെ പ്രകൃതി വിഭവങ്ങളെയും എത്രമാത്രം ആദരിച്ചിരുന്നു, സംരക്ഷിക്കേണ്ട അനിവാര്യതയെ സംബന്ധിച്ച് പ്രവാചകന്റെ ഓരോ ജീവിത സന്ദേശങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുന്നു. ആ പ്രവാചകൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നേരത്തെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഒരു കാരണവശാലും പ്രത്യാക്രമണം ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല, മാർഗമല്ല, ദൗത്യമല്ല. പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്, അതും അവസാനം സംരക്ഷിക്കാൻ, വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഏർപ്പെട്ടിട്ടുള്ള യുദ്ധത്തിൽ ആകെ മരണപ്പെട്ടിട്ടുള്ളത് 1000-ലധികം പേരാണ് വിവിധ യുദ്ധങ്ങളിലായി മരണപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രവാചകൻ നടത്തിയിട്ടുള്ള പ്രവാചകന്റെ യുദ്ധവിജയത്തിന് ശേഷം ഏറ്റവും മികവുറ്റ രാഷ്ട്രമീമാംസകനായി പ്രവാചകൻ മാറി.
കാരണം മദീനയിലാണ് ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുന്നത്. യുദ്ധവിജയത്തിന് ശേഷം മദീനയിലാണ്. മദീനയിൽ ആദ്യ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം പ്രവാചകൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി യുദ്ധമില്ലാത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയായിരുന്നു. ജൂതഗോത്രങ്ങളും അയൽ ഗോത്രങ്ങളുമായി യുദ്ധമില്ലാത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന പ്രക്രിയയായിരുന്നു പ്രവാചകൻ ചെയ്തത്. അപ്പൊ യുദ്ധം അകാരണമായി യുദ്ധം ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. വിദ്യാഭ്യാസത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് പ്രവാചക ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ പ്രിയപ്പെട്ട മകളെ നിക്കാഹ് കഴിച്ചയക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിശ്രുത വരന് പ്രവാചകൻ നിശ്ചയിച്ചിരുന്ന യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ വിദ്യാസമ്പന്നനും സംസ്കാര സമ്പന്നനുമായിട്ടുള്ള യുവാവ്. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട മദീനയിൽ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട യുദ്ധത്തടവുകാരോട്, മക്കത്തു നിന്നുള്ള യുദ്ധത്തടവുകാരോട് പ്രവാചകൻ കൊടുത്ത ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ അന്ന് വിമോചന മൂല്യം കെട്ടിവെച്ചാൽ അവർക്ക് തടവിൽ നിന്ന് മോചനം ലഭിക്കും. ആ വിമോചന മൂല്യം കെട്ടിവെക്കാൻ നിവൃത്തിയില്ലാത്ത തടവുകാരോട് പ്രവാചകൻ നിർദ്ദേശിച്ചത് മദീന പട്ടണത്തിലെ 10 കുട്ടികളെ വെച്ച് എഴുത്തും വായനയും പഠിപ്പിക്കണം എന്നതായിരുന്നു പ്രവാചകൻ പറഞ്ഞത്. ചീനയിൽ പോയിട്ടാണെങ്കിലും വിദ്യ അഭ്യസിക്കണമെന്ന് സമൂഹത്തോട് പ്രഖ്യാപിച്ച പ്രവാചകൻ അറിവ്, വിജ്ഞാനം, ഏറ്റവും മഹത്തരമായ അനശ്വരവും അമൂല്യവുമായിട്ടുള്ള ആസ്തിയാണ് അറിവ്, വിജ്ഞാനമെന്ന് ലോകത്തെ പഠിപ്പിച്ചു. അപ്പൊ ചൈനയിൽ പോയി സാഹസികമായിട്ടാണെങ്കിൽ പോലും വിദ്യ അഭ്യസിക്കണമെന്ന് പഠിപ്പിച്ച, മദീനയിലെ കുഞ്ഞുങ്ങളെ എഴുത്തും വായനയും പഠിപ്പിക്കണമെന്ന് യുദ്ധത്തടവുകാർക്ക് വിമോചന മൂല്യം നൽകാൻ നിവൃത്തിയില്ലാത്ത യുദ്ധത്തടവുകാരോട് നിർദ്ദേശിച്ച ആ പ്രവാചകൻ വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്നു എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പോ ഈ സമൂഹത്തിൽ ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ അന്ധകാര നിബിഡമായിരുന്ന ഒരു സമൂഹത്തെ പ്രകാശപൂരിത സമൂഹമായി പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉദാത്തവും ഉജ്ജ്വലവുമായ മാതൃകയായിരുന്നു എന്ന് ചരിത്രം പഠിച്ചാൽ പരിശോധിച്ചാൽ നമുക്കറിയാം.